ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കുരുമുളകും കൂടിയിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കണേ. അത് കഴിഞ്ഞിട്ട് അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കണേ. അത് കഴിഞ്ഞിട്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കറിവേപ്പിലയും കൂടെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച സാധനം അതിലേക്ക് ഇടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു പാത്രത്തിൽ 2 തക്കാളി എടുത്തിട്ട് നല്ല രീതിയിൽ ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. ഈ ഉടച്ച തക്കാളിയും കൂടെ ആ മിക്സിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് കുറച്ച് പുളിവെള്ളമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള പുളിവെള്ളം നമ്മൾ ചേർക്കണേ. അതും കൂടെ ചേർത്തതിന് ശേഷം വെള്ളമായിട്ട് നമ്മൾ തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. നല്ല രീതിയിൽ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണേ. മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇടണേ. നമ്മുടെ രസം ഇപ്പം തന്നെ റെഡി ആയിട്ടുണ്ട്. നല്ല മണവും സ്വാദും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ.